ചിലപ്പോൾ അധികം സയൻസ് പഠിച്ച ആൾക്കാരല്ലേ ഈ AI കോഴ്സുകളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ BCom ചെയ്തത്. അപ്പോൾ ഈ BCom BBA ഒക്കെ എടുത്ത ആൾക്കാർക്ക് AI കോഴ്സ് എടുക്കണതിൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവും? ഇത് കോമൺ ആയിട്ട് കുട്ടികളൊക്കെ ഒരു ഡൗട്ടാണ്. ആക്ച്വലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളൊരു ഏരിയ മൊത്തം സയൻസുകാർക്കുള്ളതാണെന്നാണ് മൊത്തത്തിൽ എല്ലാവരും വിചാരം. ആക്ച്വലി ഈ സംഗതി സയൻസ് മാത്രമല്ല, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് തുടങ്ങിയിട്ടുള്ള ഏത് ഡിസിപ്ലിനുള്ള ആളുകൾക്കും ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള ഒരു ഡൊമൈനാണ് ആക്ച്വലി AI എന്നുള്ളത്. പ്രത്യേകിച്ച് കൊമേഴ്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കൊമേഴ്സിൽ BCom ആവട്ടെ, BBA ആവട്ടെ, അല്ലെങ്കിൽ BA എക്കണോമിക്സ് ആവട്ടെ, ഈ കോഴ്സൊക്കെ എടുത്താൽ നമ്മൾ കാര്യമായിട്ട് ചെയ്യുക ഡാറ്റ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ മേ ബി ഒരു കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻസ് കാര്യങ്ങളായിരിക്കും, സെയിൽസ് കൂട്ടാനുള്ള സ്ട്രാറ്റജീസ് ആവും, പിന്നെ മാർക്കറ്റിംഗ് ലെവലിലുള്ള കാര്യങ്ങളാവും. ഇതൊക്കെ ആക്ച്വലി ഡാറ്റ ഡ്രിവൺ ഡിസിഷൻസ് ആണ്. ഈ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ച്വലി AI ടൂൾസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ AIനെ കൃത്യമായിട്ട് മേ ബി ഒരു ഡാറ്റ അനലിസ്റ്റ് എന്നുള്ള രീതിയിൽ, അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്നുള്ള രീതിയിൽ, ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള രീതിയിൽ, ഇങ്ങനെയൊക്കെ നമുക്ക് ശരിക്കും ഒരു കൊമേഴ്സ് ഫീൽഡിൽ AI പഠിച്ചാലുള്ള കുറേ ജോലി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ BCom BBA കോഴ്സിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് നമുക്ക് AIയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സ് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ തന്നെ ഓഫർ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്സ് കാര്യങ്ങളുണ്ട്, ഫിനിഷിംഗ് കോഴ്സുകളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം BComന് ശേഷമോ BBAക്ക് ശേഷമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പ്രൊഫഷനിലേക്കൊക്കെ പോകാൻ പറ്റും. അപ്പോൾ അത് ഒന്നെങ്കിൽ നമുക്ക് AI ടൂൾസ് പഠിക്കാം, ലൈക്ക് ഇപ്പം പിന്നെ പവർ BI പോലെ, അല്ലെങ്കിൽ ടാബ്ല്യൂ പോലെ, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ എക്സൽ തന്നെ വിത്ത് AI എനാബിൾഡ് ആയിട്ട്, അതല്ലെങ്കിൽ സിമിലർ ആയിട്ട് ഇപ്പോൾ ChatGPT, Gemini പോലെ ടൂൾസ് ബേസ് ചെയ്തിട്ട് എങ്ങനെ ഡാറ്റ ഡ്രിവൺ ഡിസിഷൻസ് എടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പഠിക്കാം. പിന്നെ അതല്ല കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഈവൻ പിന്നെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പൈത്തണൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഡാറ്റ അനലിറ്റിക്സിലൊക്കെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ആക്ച്വലി കൊമേഴ്സിലുണ്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ സയൻസുകാരും മേ ബി മോറിലേക്ക് ഒരു AIയിലൊക്കെ പഠിച്ച എഞ്ചിനീയേഴ്സൊക്കെ ഇത്ര AI ടൂൾസ് ഡെവലപ്പ് ചെയ്യുന്നതിലായിരിക്കും ഒരു ശ്രദ്ധിക്കുക. പക്ഷേ കൊമേഴ്സുകാർക്കാണ് ആക്ച്വലി ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ആക്ച്വലി കൂടുതലുള്ളത്. ഡാറ്റ അനലിസ്റ്റ് ആയിട്ടും ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ടും മാർക്കറ്റിലെ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ BCom ആണല്ലോ, എനിക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ ഇതിൽ ഏത് കോഴ്സ് എടുക്കണമായിരിക്കും കൂടുതൽ ബെറ്റർ? അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 6 months നമ്മളിപ്പോൾ സാധാരണ കൊടുക്കുന്ന ഒരു 2 to 6 months ഫിനിഷിംഗ് കോഴ്സ് ഉണ്ട്. അപ്പോൾ അതിലിപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള AI ടൂൾസ്, അത് ഡാറ്റ അനലിറ്റിക്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന AI ടൂൾസ് കാര്യങ്ങളുണ്ട്. ഈവൻ പൈത്തൺ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഡാറ്റ അനലിറ്റിക്സ് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു AI ടൂൾസിലുള്ള സ്കില്ലും പൈത്തൺ പോലെ ഡാറ്റ അനലിറ്റിക്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന 1-2 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും, ആ ഒരു ഐഡിയ മതി ശരിക്കും നമുക്ക് കോഴ്സ് കഴിഞ്ഞിട്ട് നല്ലൊരു പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടാൻ. അപ്പോൾ ഒരു 3 year ഡിഗ്രി പ്ലസ് നമ്മൾ ഈ പറഞ്ഞ ഒരു 2 to 6 months ഒരു ഫിനിഷിംഗ് കോഴ്സും കൂടെ ആയാൽ നമുക്ക് നല്ലൊരു കരിയറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് ഏരിയകളിൽ നമുക്ക് AIയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലി കാര്യങ്ങളൊക്കെ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം.